നമസ്കാരം. ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനു അജിത്. അങ്കമാലി നഗരസഭയും കാലടി PDDP സെൻട്രൽ സൊസൈറ്റിയുമായി സഹകരിച്ച് അങ്കമാലി താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ലോക ക്ഷീര ദിനാചരണം ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെ വളരെയധികം പിന്നോക്കം പോയിരുന്ന രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്ത് ജനങ്ങളെ ആരോഗ്യപരമായി വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുള്ള ശ്രമമാണുള്ളത്. ആശുപത്രിയിലെ രോഗികൾക്കും ജീവനക്കാർക്കും ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആഹ്വാനപ്രകാരം എല്ലാ വർഷവും ജൂൺ 1 പാലിനെ ആഗോള ഭക്ഷണമായി കണ്ട് അതിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് ക്ഷീരദിനാചരണം നടത്തുന്നത്. ക്ഷീരോത്പാദന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ഈ ദിനം ഉപയോഗപ്പെടുത്തുന്നു. PDDP വൈസ് ചെയർമാൻ ഫാദർ ബിജോയ് പാലാട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ ഇനം പാലുൽപ്പന്നങ്ങളെ പറ്റിയും അവയുടെ ഉൽപാദന രീതികളെ കുറിച്ചും ഫാദർ ബിജോയ് പാലാട്ടി വിശദീകരിച്ചു. പാലിന്റെ ഉപയോഗവും ആരോഗ്യ സുരക്ഷയും എന്ന വിഷയത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളന്തട്ട് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗുണനിലവാരത്തെക്കുറിച്ചും അതേക്കുറിച്ചുള്ള എല്ലാ ബോധവൽക്കരണ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, തിരിച്ച് വീഴുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുന്നത് പാലാണ്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനു ടീച്ചർ, ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി മെമ്പർ റീത്ത പോൾ, PDDP മാർക്കറ്റിംഗ് മാനേജർ ജിൽ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.